ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷനാണ് കാൽക്കി 2897 സിനിമയുടെ ഒഫീഷ്യൽ ട്രailer, ഫൈനൽ ട്രailer വന്നിട്ടുണ്ട്. കാണണ്ടേ? ഇതെന്താ എനിക്ക് പറ്റിയത്? ഭ്രാന്തെന്നല്ലടാ, ഞാൻ ശ്രമിച്ചു നോക്കിയത്. 2898 AD ഞാൻ എങ്ങനെയായിരിക്കും സംസാരിക്കുക? നിന്നെ കുഴിയിൽ വെച്ച് കഴിയുമ്പോ ആ കുഴി ഞാൻ മാന്തിട്ട് സ്കെൽട്ടൻ എടുത്ത് ഞാൻ ഇവിടെ എടുത്ത് വെക്കും. അത് ഇനി വരുന്നവർക്ക് ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നറിയാൻ വേണ്ടിട്ട്. അല്ലാണ്ട് 2898 നിന്നെ ആരറിയാം? അതാ ഞാൻ പറഞ്ഞ, ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ട് പോകുള്ളൂ. എന്നെ വിട്ടേക്ക്, എന്നെ അറിയേയില്ല. സ്വസ്ഥമായിട്ട് തീർച്ചയായിട്ടും മരണാനന്തര ജീവിതം നയിക്കും. കാരണം എന്താ അറിയോ, ജനങ്ങൾക്ക് ഇത്രയും വലിയത് കൊടുത്തിട്ടാണ് ഞാന് അവർക്ക് ഇത്രയും കൊടുക്കാനില്ല. ഇനി അവര് ഇതുപോലെ ഒരു സാധനത്തിന് കാണാനില്ല എന്നുള്ളൊരു തെളിവ് വെച്ചു കൊടുത്തിട്ടേ സ്കെൽട്ടൻ വെച്ച് മനസ്സിലാക്കും ഞാനായിരിക്കും. അടിയിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടേ പോകുള്ളൂ. അപ്പൊ പിന്നെ അത്ര വലിയ ദുഷ്ടനല്ല എഴുതുന്ന ഞാനല്ലേ. കാരണം സ്കെൽട്ടൻ കണ്ടു മനസ്സിലാക്കണം. ഇനി എഴുതുന്ന പറ്റിയില്ലെങ്കിൽ യൂട്യൂബ് ചാനലിലെ ലിങ്ക് വരെ ഞാൻ എഴുതി വെച്ചിട്ടേ പോകുള്ളൂ. ഡീറ്റെയിൽസ് കൊടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ടെങ്കിൽ ഞാൻ അത്ര വലിയ ദുഷ്ടനല്ല. എന്റെ സ്കെൽട്ടൻ കണ്ട് മനസ്സിലാക്കണം ഞാൻ എത്രത്തോളം. അല്ല എന്തപ്പോ നമ്മളിപ്പോ എന്തിനു വന്നത് ഇവിടെ? കൽക്കിയല്ലേ? സ്കെൽട്ടൻ അല്ല, കൽക്കി ഫൈനൽ ട്രയൽ. പക്ഷെ ഇന്നലെ ഇവര് കാണിച്ച പണിയുണ്ടല്ലോ, എന്താണ്? കൽക്കിട്ട് 9 മണി വരെ വെയിറ്റ് ചെയ്തിരുന്നു. 7:30 വന്നിട്ട് സ്ഥിരം പരിപാടി ആയതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഷാർപ്പ് 6 മണി, ഷാർപ്പ് പോയി 8 മണിയായി. 8 മണിക്ക് കൃത്യമായിട്ട് വരും പറഞ്ഞു. 8 മണിക്ക് ഇരുന്നിട്ട് ഒരു 3/4 മണിക്കൂർ ഇരുന്നു അല്ലേ? 9 മണിയുടെ അടുത്തായി. കാലെടുത്ത് പുറത്തേക്ക് പോവാൻ കാലെടുത്ത് വെച്ച് ഇറങ്ങിപ്പോയപ്പോ ഒറ്റ വരവ്. അതാ പറഞ്ഞ സ്ഥിരം പരിപാടി ചെയ്ത്. ഇത് എപ്പോ ഞാനിവിടെ വന്നിരുന്ന് ഇത് വരാണ്ട് തിരിച്ചു പോകുമ്പോഴും അപ്പളേക്ക് സാധനം എത്തും. എന്തായാലും റെഡി, കാണാം. മലയാളം കാണാം. സാമൂഹികമായിരിക്കുന്നു. ഭഗവാന്റെ ഉള്ളിലാണ് സൃഷ്ടികർമ്മം നടക്കുന്നത്. ആ ഭഗവാനാണ് പാമയിലുള്ളത്. നാളെ കുഴപ്പമൊന്നുണ്ടാവില്ല. ഞാൻ ചുറ്റിക്കും ഒരു 1.5 പൗണ്ട് നേരെ കോംപ്ലക്സിൽ ജാളിക്ക് ഇറക്കാട്ടോ. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും എത്ര അവസരങ്ങൾ കിട്ടിയാലും മനുഷ്യന്മാരില്ല മാറാൻ കഴിയില്ല. കമൽഹാസൻ എന്റെ ഇതൊക്കെയാണ് മെരിക്കവർ. ആള് എയറില അങ്ങനെ യുദ്ധത്തിൽ കേവലം മൃത്യുവാണ് ജയിക്കുന്നത്. ഞാൻ പ്രിപ്പയർ ആയിട്ട് വന്നേ. ഓക്കെ, ഇത്തവണ ഞാൻ പ്രിപ്പയർ ആയിട്ട് വന്നിട്ടുള്ളത്. ആ സാധനം മറ്റേ നമ്മുടെ അവതാറിലുള്ള സാധനല്ലേ? അല്ല, വില്ലനിടുന്ന അതെ കേറി നിന്നിട്ടേ അതേപോലെ അതുപോലത്തെ സാധനം പോലെ ഉണ്ട്. അതല്ല, ഇത് മറ്റേ സാധനല്ലേ, മറ്റേ കാറല്ലേ ഇത്? ഏതാ?
നമ്മുടെ ബുജിയോ അതല്ല ഞാൻ പറഞ്ഞത്. അതായത് ഓങ്ങനെ കയറി നിന്നിട്ട് ഇതേപോലെ അങ്ങനത്തെ ആ ഒരു ഐഡിയ ഇതിനകത്ത് സംഭവം കുറെ ഐഡിയാസ് ഉണ്ട്. ഐഡിയ കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഏതൊക്കെയാണെന്നുള്ളത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. എന്താണെങ്കിലും സംഭവം കൊള്ളാം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ആട്ടോ ട്രെയിലർ. അത്ര വലിയ സുഖമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അവര് ഭയങ്കര നമ്മളത് ആ സ്പോട്ടിൽ അങ്ങനെ അതായത് അതേ സമയത്ത് ഇരുന്ന് റിയാക്ഷൻ ചെയ്യില്ലേ, അതിന്റെ മാറ്റം കാരണമാണോ? അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സമയം അതുകൊണ്ടാണോ? എക്സൈറ്റ്മെന്റ് കുറഞ്ഞാണോ? അതുകൊണ്ടായിരിക്കൊന്നുമില്ല. പക്ഷെ ഫസ്റ്റത്തെ ഭയങ്കര രസമായിരുന്നു ഇതിനേക്കാൾ. അതായത് പിന്നെ മാത്രല്ല അതില് കമലഹാസനൊക്കെ കാണിക്കുന്ന രീതി, അതൊരു സത്യം. പിന്നെ പ്രഭാസിനെ കാണിക്കുന്ന രീതി, അതിൽ കുറച്ചുകൂടി ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ അങ്ങനത്തെ ഒരു സാധനമില്ല, ബിൽഡപ്പ് ഉണ്ട്. ആ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് കൂടുതലും എനിക്ക് തോന്നുന്നു, ഇതിനകത്ത് നല്ല സിനിമയെ തന്നെ കൂടുതലും ദീപിക പദുക്കോണിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിന്റെ ഒരു പ്രാധാന്യം ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ട്രെയിലറിലും ഉണ്ട്. ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ട്. അതെ, മറ്റേതിനേക്കാൾ ട്രെയിലർ കട്ട്സിൽ ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് തീർച്ചയായിട്ടും ഫസ്റ്റ് തന്നെയാണ്. അത് എത്ര വലിയ ഓളം ഉണ്ടാക്കിയില്ലെന്ന് അവര് പറഞ്ഞാലും ഫസ്റ്റത്തെ ട്രെയിലർ തന്നെയായിരുന്നു അടിപൊളി തോന്നുന്നു. ഇത് അത്ര അങ്ങോട്ട് സംഭവം എന്തായാലും വർക്ക് വേറെ ലെവലാണ്. ചെയ്തു വെച്ചിരിക്കുന്ന ഒരു 1.5 ഐറ്റം കേട്ടോ. ഇതിലിപ്പോ അതായത് ആന വീഴുന്നതായിട്ട് കാണിച്ചില്ലേ, അത് ആന തന്നെയല്ലേ? അത് ആനയല്ലേ എനിക്ക് തോന്നുന്നു. രണ്ട് കൊമ്പൊക്കെ മുകളിലേക്ക് നിൽക്കുന്ന പോലെ തോന്നി. ആന തന്നെയാണെന്ന് തോന്നുന്നു. അതായിരിക്കും മറ്റേ എന്താ അത് മഹാഭാരതം കുരുക്ഷേത്ര യുദ്ധത്തില് അതായത് ഒരു ആന ചെരിഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അത് തന്നെയാണ് തോന്നുന്നത്. അതായത് ചതിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരൻ കള്ളം പറയില്ല. അപ്പോൾ യുധിഷ്ഠിരൻ പക്ഷെ ഈ ആനയുടെ പേര് ഇതാണ്, അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കള്ളം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിന്റെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മഹാഭാരതത്തിൽ നടക്കുന്നതും അതുപോലെ കാണിക്കുന്നുണ്ടാവാം. മഹാഭാരതത്തിലെ കുറച്ച് സീനുകൾ ഇതിനകത്ത് എന്തായാലും ഉണ്ട്. അത് ആ ഒരു യുദ്ധം ചെയ്യുന്ന സാധനമൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ട്രെയിലറിൽ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഇതിനകത്തും കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തായാലും ആ ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടാവും. എന്തായാലും ഇതിങ്ങനെ മിക്സ് ചെയ്ത് അന്നത്തെ കാലഘട്ടത്തിന്റെ രീതിയിൽ, അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണല്ലോ, അപ്പൊ അതും അതുപോലെ കാണിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലും അതിൻ്റെതായ രീതിയിൽ നടക്കുന്നത് കാണിക്കുന്നതായിരിക്കും. അത് ഇപ്പം കമലഹാസൻ പറയുന്ന ഒരു സംഭവം ഉണ്ട്, ഒരു ഡയലോഗ്. അത് വർഷങ്ങളോ യുഗങ്ങളോ തീർന്നാലും മനുഷ്യന്റെ ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം അന്നും അധികാരം എന്ന് പറഞ്ഞൊരു സാധനമാണ്, ഇന്നും അത് തന്നെയാണ് എല്ലാരും നോക്കിക്കൊണ്ട് നടക്കുന്നത്, അധികാരം. എന്തായാലും കണ്ടന്റ് വേറെ ലെവലാ. നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനെയുള്ള സാധനം. എന്തുകൊണ്ട് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം അതുപോലെ അത് ആവർത്തിച്ച്, അതായത് ഒരേ രീതിയിൽ തന്നെ ആ സംഭവങ്ങൾ നടക്കുന്നതായിട്ട് വേറെ ലെവലിൽ ചിത്രീകരിച്ചൂടെ? പക്ഷെ നമുക്ക് സ്വപ്നം മാത്രമാണ്. പക്ഷെ ഇത് നാഗേശന് അത് റിയലാണ്. നമുക്ക് സ്വപ്നമാണ്. അല്ലെങ്കിൽ ഒരു 700-800 കോടിയൊക്കെ മുടക്കാനും കൂടെ ആളുണ്ടാവണം. അപ്പൊ സ്വപ്നമൊക്കെ മാറും, കഴിവും. പിന്നെ കഴിവും ഇത് അതേപോലെ ആക്കി എടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യങ്ങളൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. എന്താണെങ്കിലും ആള് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതുവരെ കണ്ടോളം വെച്ച് ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. നല്ല റോളുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു കാമിയോ മാത്രമല്ല. പക്ഷെ കാമിയോ ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മേ ബി എന്താ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ മുകളിൽ നിന്നൊരു വയറ്റിലേക്കൊരു സ്പാർക്ക് വരുന്നുണ്ടല്ലോ. ശരിക്ക് അതൊക്കെ ഈ കുന്തി ദേവിയിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. എല്ലാം മഹാഭാരതത്തിന്റെ സാധനങ്ങളൊക്കെ ആയിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടാവുക. ഇനി വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഇതിനകത്ത് നാഗശ്വൻ തന്നെ ഒരു ഇതിൽ പറയുന്നുണ്ട്. കാരണം ഇതിനകത്ത് കാമിയോസിന്റെ കളിയാണ്. ഇത് നമ്മളോട് ഇതുവരെ കാണിച്ചേക്കുന്നതോ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നതോ അല്ല, അല്ലാതെ കുറെ പേര് വരുന്നുണ്ടെന്ന് പറയണം. അതായത് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ വന്ന് ചെയ്തിട്ട് പോയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറയണം. എല്ലാരും ഉണ്ട്. എല്ലാരും വെയിറ്റ് ചെയ്തു. മമ്മൂട്ടി മോഹൻലാലും കൂടി വന്നാൽ മതി, ബാക്കി എല്ലാരും ആയിട്ടുണ്ട്. എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. 27-ാം തീയതിയാണ്. ഇനി 5 ദിവസം കൂടി ഉള്ളൂ സിനിമയ്ക്ക്. തകർക്കണ്ടേ? പിന്നെ കട്ട വെയിറ്റ്. ചിലയിടങ്ങളില് 1 മണിക്കൊക്കെ ഷോ വെച്ചിട്ടുണ്ട്. വെളുപ്പിന് നമ്മുടെ നാട്ടില് എപ്പോഴാണെന്നുള്ള അറിഞ്ഞൂടാ. ഒരു 6 മണിക്കൊക്കെ വെച്ചാൽ 6 മണി ആ ടൈമിൽ തന്നെ ആകാനാ ചാൻസ്. 6 മണിക്കാണെങ്കിൽ 9:56 സിനിമ കഴിയും. 6 മണിക്കാണെങ്കിൽ 9:56 സിനിമ. പിന്നെ 10 മിനിറ്റ് ബ്രേക്ക്. പിന്നെ എന്റെ ബ്രേക്ക് ഞാൻ അതിൽ കണക്കൂട്ടില്ല. എന്റെ ബ്രേക്ക് നീ കണക്കൂട്ടാ, അതിനകത്ത് പെടുന്നല്ലേ. ഞാനിങ്ങനെ യുദ്ധം ചെയ്തിരിക്കും, തിയേറ്ററിൽ യുദ്ധം ചെയ്തിരിക്കും.
ദൈവം എന്ന് വേറെ പോവല്ലേ? എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ. ഇല്ലെങ്കിൽ പണി വാളും.